DHC കോഴ്സിന്റെ ഫസ്റ്റ് ഇയറിലെ പേപ്പർ 5 പബ്ലിക് ഹെൽത്ത് എന്ന ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അപ്പൊ അതിനെ പറ്റിയാണ് പഠിപ്പിക്കാൻ പോകുന്നത് ഞാൻ ഇന്ന്. കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റീവ് മെത്തേഡ്സ് ആണ്. വുമൺ അൺവാണ്ടഡ് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്. അൺവാണ്ടഡ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ 2 ചൈൽഡ് നോം സാറ്റിസ്ഫൈ ചെയ്ത് അവർക്ക് ഇപ്പൊ കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ 2 ചൈൽഡ് നോം ആണല്ലോ എല്ലാ പ്രോഗ്രാമിനും. ഇപ്പം നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം എടുത്തു പറയുന്നത് 2 ചൈൽഡ് നോം ആണല്ലോ. അന്നേരം കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അൺവാണ്ടഡ് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഇനി എന്താണ് കൺട്രാസെപ്ഷൻ എന്ന് നോക്കാം. കൺട്രാസെപ്ഷൻ പറയുന്നത് സ്പേമിന്റെ ഓവമിന്റെ യൂണിയനെ പ്രിവെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ അത് ഓവുലേഷൻ ആവുന്ന സമയത്ത് അത് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നു. കൺട്രാസെപ്ഷൻ എങ്ങനെയാണ് മീൻ ചെയ്യുന്നത്? ഓവുലേഷൻ എന്ന പ്രോസസ്സിനെ സപ്രസ് ചെയ്യുക, പിന്നെ ഫെർട്ടിലൈസ്ഡ് ഓവം യൂട്രസുമായിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്നത് ഇന്റർഫിയർ ചെയ്യുക. ഇതൊക്കെയാണ് കൺട്രാസെപ്ഷൻ മീൻ ചെയ്യുന്നത്. സ്പേമിന്റെ ഓവമിന്റെ യൂണിയൻ പ്രിവെന്റ് ചെയ്യുക, ഓവുലേഷൻ എന്ന് വെച്ചാൽ ഓവം പ്രോസസ്സ്, ഓവം ഉണ്ടാവുന്നത് സപ്രസ് ചെയ്ത് കളയുക. അന്നേരം പിന്നെ സ്പേമുമായിട്ടുള്ള യൂണിയൻ നടക്കത്തില്ലല്ലോ. പിന്നെ ഇംപ്ലാന്റേഷൻ, ഫെർട്ടിലൈസ്ഡ് ഓവമായിട്ടുള്ള ഇംപ്ലാന്റേഷൻ തടയുക. ഇതൊക്കെയാണ് കൺട്രാസെപ്ഷൻ മീൻ ചെയ്യുന്നത്. ഇനിയിപ്പം ഐഡിയൽ കൺട്രാസെപ്റ്റീവ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഐഡിയൽ കൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ് എഫക്റ്റുകളും എല്ലാം ഒത്തിണങ്ങിയ ഒരു കൺട്രാസെപ്റ്റീവ് ആണ് ഈ ഐഡിയൽ കൺട്രാസെപ്റ്റീവ്. പക്ഷെ ഐഡിയൽ കൺട്രാസെപ്റ്റീവ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു കൺട്രാസെപ്റ്റീവ് ഇന്ന് നമ്മുടെ ഭൂമുഖത്തില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ കൺട്രാസെപ്റ്റീവിനും അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഐഡിയൽ കൺട്രാസെപ്റ്റീവ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഒരു കൺട്രാസെപ്റ്റീവ് ആണ് സൈഡ് എഫക്റ്റ് ഫ്രീ ആയിരിക്കും, സേഫ് ആയിട്ടൊരു കൺട്രാസെപ്റ്റീവ് ആയിരിക്കണം. എന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ഡിസീസുകളോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവാൻ പാടില്ല. റിവേഴ്സിബിൾ ആയിരിക്കണം. അതെന്ന് വെച്ചാൽ ഒരു വട്ടം ഉപയോഗിച്ചാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിരിക്കണം. ഈസിലി ആയിട്ട് അവൈലബിൾ ആയിരിക്കണം. അതെന്ന് വെച്ചാൽ എല്ലാ മെഡിക്കൽ ഷോപ്പിലും നമുക്ക് സുലഭമായിട്ട് അവൈലബിൾ ആയിരിക്കണം, ചീപ്പ് കോസ്റ്റും ആയിരിക്കണം. ഇനി കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ നമുക്ക് ബ്രോഡായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സ്പേസിംഗ് മെത്തേഡ്സ്. സ്പേസിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പററി കൺട്രാസെപ്റ്റീവ്. നമുക്ക് ഒരു പരിധി വരെ എന്ന് വെച്ചാൽ ടെമ്പററി താൽക്കാലികമായിട്ട് നമുക്ക് ഈ കൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പെർമനന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല. എന്ന് വെച്ചാൽ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ പറ്റൂല പെർമനന്റ് ആയിട്ട്. ടെമ്പററി ആയിട്ട് ഒരു കാലയളവ് വരെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇന്ന കാലയളവ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഫെർട്ടൈൽ ആയിരിക്കും. പിന്നെ ടെർമിനൽ മെത്തേഡ്സ് ഉണ്ട്, പെർമനന്റ് കൺട്രാസെപ്റ്റീവ്സ്. അത് പെർമനന്റ് ആയിട്ടുള്ള കൺട്രാസെപ്റ്റീവ് ആണ്. അത് നമുക്ക് മാറ്റാനും പറ്റത്തില്ല, റിവേഴ്സിബിളും അല്ല. വാസക്ടമി, ട്യൂബക്ടമി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട്. വാസ് ഡിഫറൻസും പിന്നെ ഫലോപ്പിയൻ ട്യൂബും കട്ട് ചെയ്യുന്നത്, അത് പെർമനന്റ് കൺട്രാസെപ്റ്റീവ് ആണ്. അത് ആ കാറ്റഗറി പെടുന്നതാണ്. അത് നമുക്ക് റിവേഴ്സിബിൾ ചെയ്യാൻ പറ്റുന്നതല്ല. സ്പേസിംഗ് മെത്തേഡ്സ് ഉണ്ട്. സ്പേസിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നോൺ ടെർമിനൽ അല്ലെങ്കിൽ ടെമ്പററി കൺട്രാസെപ്റ്റീവ്, അതാണ് സ്പേസിംഗ് മെത്തേഡ്സ്. നമുക്കിത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ടെർമിനൽ കൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ചോദിക്കത്തുള്ളൂ. അതായത് നമുക്ക് കൺഫ്യൂഷൻ വരും, സ്പേസിംഗ് മെത്തേഡ്സ് ആണോ അതോ നോൺ ടെർമിനൽ മെത്തേഡ് ആണോ എന്ന് പറഞ്ഞൊരു കൺഫ്യൂഷൻ വരും. സ്പേസിംഗ് മെത്തേഡ് പറഞ്ഞാൽ നോൺ ടെർമിനൽ മെത്തേഡ്, അത് തന്നെ ടെമ്പററി കൺട്രാസെപ്റ്റീവ്, എല്ലാം ഒന്നാണ്, ഒരു പേരാണ്. പക്ഷെ മൂന്നായിട്ട് നമുക്ക് തോന്നുന്നേ ഉള്ളൂ ജസ്റ്റ്. സ്പേസിംഗ് മെത്തേഡ്സ് മെന്നിനും ഉണ്ട്, വുമണിനും ഉണ്ട്. ആകെ 2 സ്പേസിംഗ് മെത്തേഡ്സേ ഉള്ളൂ മെന്നിന്. ഒന്ന് കോണ്ടോം, ഒന്ന് വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസും ആണ്. മെന്നിനുള്ള 2 സ്പേസിംഗ് മെത്തേഡ്സ് കോണ്ടോം, വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസും ആണ്. വുമണിന് സ്പേസിംഗ് മെത്തേഡ്സ് ആയിട്ടുള്ളത് IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, ഓറൽ പിൽസ്, സബ്ഡെർമൽ ഇംപ്ലാന്റ്സ്, ഫോം ടാബ്ലറ്റ്, റിതം മെത്തേഡ്, ഇൻജക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്. ഇങ്ങനെ എത്രയും സ്പേസിംഗ് മെത്തേഡ്സ് വുമണിന് അവൈലബിൾ ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ പ്രഗ്നൻസി ടെമ്പററി ആയിട്ട് കൺട്രാസെപ്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ് സ്പേസിംഗ് മെത്തേഡ്സ്. അതിൽ മെന്നിനും കോണ്ടോ ഉണ്ട്, വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസും ഉണ്ട്. വുമൺസിനാണെങ്കിൽ IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്, ഓറൽ പിൽസ്, സബ്ഡെർമൽ ഇംപ്ലാന്റ്സ്, ഫോം ടാബ്ലറ്റ്, റിതം മെത്തേഡ്, ഇൻജക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്സ്. ടെർമിനൽ അതെന്ന് വെച്ചാൽ പെർമനന്റ് കൺട്രാസെപ്റ്റീവ് ആണ്. അതെന്ന് വെച്ചാൽ നമുക്ക് ഇത് റിവേഴ്സിബിൾ ആക്കാൻ പറ്റില്ല. മറ്റേതാകുമ്പോൾ നമുക്ക് ടെമ്പററി ആയിട്ട് ഒരു കാലയളവ് വരെ നമുക്ക് സ്പേസ് ചെയ്യാൻ പറ്റും, പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ടെർമിനൽ മെത്തേഡ്സ് നമ്മൾ ഓപ്റ്റ് ചെയ്താൽ നമുക്കത് ഫോർവേഡ് ആയിരിക്കും, നമുക്കത് റിവേഴ്സിബിൾ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഫെർട്ടൈൽ ആവുകയും ഇല്ല. അത് മെന്നിന് വാസക്ടമി ഉണ്ട്, കട്ടിങ് ആൻഡ് ടൈങ് ഓഫ് വാസ് ഡിഫറൻസ് ആണ് വാസക്ടമി.
ഫോർ വുമണിന് ട്യൂബെക്ടമി ഉണ്ട്, കട്ടിങ് ആൻഡ് ടൈങ് ഓഫ് ഫലോപ്പിയൻ ട്യൂബ്സ്, അതാണ് ട്യൂബെക്ടമി. മെയിൽസിനുള്ള സ്പേസിംഗ് മെത്തേഡ്സ് ഫസ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് കോണ്ടത്തെ പറ്റിയാണ്. കോണ്ടം ഒരു തിൻ റബ്ബർ ഷീറ്റ് ആണ്. മെന്നി യൂസ് ചെയ്യുന്ന സ്പേസിംഗ് മെത്തേഡാണ് കോണ്ടം. അത് തിൻ റബ്ബർ ഷീറ്റ് ആണ്. അത് ഓൾഡസ്റ്റ് പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന ഒരു സ്പേസിംഗ് മെത്തേഡാണ് കോണ്ടം. കെമിക്കൽ സ്പെർമിസൈഡും കോണ്ടവും കൂടെ ഉണ്ടെങ്കിൽ അത് മോർ എഫക്റ്റീവ് ആകത്തുള്ളൂ. കെമിക്കൽ സ്പെർമിസൈഡും കോണ്ടവും കൂടെ വേണം, എന്നാലേ അത് എഫക്റ്റീവ് ആകത്തുള്ളൂ കൺട്രാസെപ്ഷൻ. കോണ്ടം എലോൺ യൂസ് ചെയ്താൽ മാത്രം കൺട്രാസെപ്ഷൻ എഫക്റ്റീവ് ആവില്ല. എന്ന് വെച്ചാൽ പ്രഗ്നൻസി ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ടിയർ ആവാനും വിയർ ആവാനും ഉള്ള ചാൻസ് കോണ്ടത്തിന് കൂടുതലാണ്. എന്തെങ്കിലും സ്പെർമിസൈഡും കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്താൽ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ്. പിന്നെ കോണ്ടത്തിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് STD, എയ്ഡ്സ്, അതുപോലെ ഗൊണേറിയ, സിഫിലിസ് അതുപോലുള്ള STD രോഗങ്ങളുണ്ട്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. അതിനെതിരെ പ്രൊട്ടക്ഷൻ നൽകാൻ കോണ്ടം സഹായിക്കുന്നു. പിന്നെ കോണ്ടത്തിന്റെ മെയിൻ ഫംഗ്ഷൻ ആണ് അത് സ്പേം ഡിപ്പോസിഷൻ തടയുന്നു. വജൈനയിലേക്കുള്ള സ്പേം ഡിപ്പോസിഷൻ തടയാനാണ് കോണ്ടത്തിന്റെ മെയിൻ. അങ്ങനെയാണ് കൺട്രാസെപ്റ്റീവ് അത് വർക്ക് ചെയ്യുന്നത്. കോണ്ടം വർക്ക് ചെയ്യുന്നത് സ്പേം വജൈനയ്ക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. കോണ്ടം റീയൂസബിൾ അല്ല, എന്ന് വെച്ചാൽ ഒരു വട്ടം യൂസ് ചെയ്താൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാനേ പറ്റില്ല. റിവേഴ്സിബിളും അല്ല. അതാണ് കോണ്ടത്തിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. മെയിൻ ആയിട്ടൊരു ഡിസഡ്വാൻറ്റേജ് പറയാനുള്ളത് കോണ്ടം റീയൂസബിളും അല്ല, റിവേഴ്സിബിളും അല്ല. പിന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് കോണ്ടംസ് ആണ് നിരോധ്. നമുക്ക് എല്ലാ PHCയിലും CHCയിലും ഇതൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. നിരോധ് എന്ന് പറഞ്ഞ കോണ്ടം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും ഇത് കിട്ടാറുണ്ട് ഫ്രീ. അല്ലാതെ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാവുന്ന കോണ്ടംസ് ഒക്കെ അവൈലബിൾ ആണ്. ഈ പിക്ചറാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഫ്രീ ഓഫ് കോസ്റ്റ് കോണ്ടംസ് ഇല്ലേ, നിരോധ്, അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഇല്ലസ്ട്രേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന 3 രൂപ 5 കോണ്ടത്തിനാണ്. അത് ഡിലക്സ് ബാക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ജസ്റ്റ് ഒരു ആഡ്, നിങ്ങൾക്ക് നിരോധ് എന്തുവാണെന്ന് അറിയാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ഇട്ടതാണ് ഈ പിക്ചർ. ഇനി അതിന്റെ കോണ്ടത്തിന്റെ മെയിൻ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. എല്ലാ കൺട്രാസെപ്റ്റീവിനും അഡ്വാൻറ്റേജസും ഉണ്ട്, അതുപോലെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്ന് വെച്ചാൽ മെറിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ട്. കോണ്ടത്തിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസിലി അവൈലബിൾ ആണ്. എല്ലാ കൊമേഴ്സ്യൽ ഔട്ട്ലെറ്റിലും ഈസിലി അവൈലബിൾ ആണ്. കൂടാതെ PHC, CHC, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഈസി ടു യൂസ് ആണ്, പെട്ടെന്ന് യൂസ് ചെയ്യാൻ, നമുക്കന്നൊരു ഡിസ്പോസും ചെയ്യാനും എളുപ്പമാണ്. അൺവാണ്ടഡ് പ്രഗ്നൻസിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അത് കോണ്ടത്തിന്റെ മേജർ ഇതാണ്. പക്ഷേ സ്പെർമിസൈഡുമായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ കോണ്ടം എഫക്റ്റീവ് ആകത്തുള്ളൂ. അത് മെയിൻ ഒരു പോയിന്റ് ആണ്. STD, എയ്ഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കോണ്ടത്തിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആണ്. STD എന്ന് പറയുമ്പോൾ കോണേറിയ സിഫിലിസ്, അങ്ങനത്തെ STDയും പിന്നെ എയ്ഡ്സ്, അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കോണ്ടത്തിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആണ്. കോണ്ടം ഒരു ബാരിയർ മെത്തേഡാണ്, ടെമ്പററി കൺട്രാസെപ്റ്റീവ് ആണ്. പിന്നെ കോണ്ടത്തിന് സൈഡ് എഫക്ട്സും ഇല്ല, ഒരു മെഡിക്കൽ സൂപ്പർവിഷന്റെ ആവശ്യവും വേണ്ട. എന്നുവെച്ചാൽ നമുക്ക് ഹോസ്പിറ്റലൈസ് ആവേണ്ട ഒരു ആവശ്യമില്ല, കോണ്ടത്തിന് സൈഡ് എഫക്റ്റും ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ കോണ്ടത്തിന് അതുപോലെ അഡ്വാൻറ്റേജ് മെറിറ്റ് ഉള്ള പോലെ ഡീമെറിറ്റ്സും ഉണ്ട്. കോണ്ടം സെക്ച്വൽ പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഓരോ കോണ്ടവും നമുക്കത് റിവേഴ്സിബിൾ അല്ല. കോണ്ടം ഇപ്പം ഒരു വട്ടം യൂസ് ചെയ്താൽ ഒറ്റ പ്രാവശ്യം, വൺ ടൈം മെത്തേഡാണ്. പിന്നെ നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ വേറൊരു പുതിയ സാധനം എടുത്തേ വെക്കത്തുള്ളൂ. പിന്നെ അത് ടിയർ ആവാനും സ്ലിപ്പ് ഓഫ് ആവാനും ചാൻസസ് ഉണ്ട്. അങ്ങനെ പ്രഗ്നൻസിക്ക് ചാൻസസ് ഉണ്ട്. അതാ കോണ്ടത്തിന്റെ മേജർ 3 ഡീമെറിറ്റ്സ്. ഒന്ന്, സെക്ച്വൽ പ്രഷർ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. 2, പുതിയൊരു കോണ്ടം പിന്നെയും നമുക്ക് ഉപയോഗിക്കണം. ഒരു വട്ടം യൂസ് ചെയ്ത കോണ്ടം ഒരു വട്ടം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, വൺ ടൈം മെത്തേഡാണ്. പിന്നെ സ്ലിപ്പ് ഓഫ് ആവാനും ടിയർ ആവാനും ചാൻസസ് കൂടുതലാണ്. ഇനി അടുത്ത സ്പേസിംഗ് മെത്തേഡ്സ്, മെയിൽസിലെ സ്പേസിംഗ് മെത്തേഡ്സിന്റെ രണ്ടാമത്തതാണ് വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്റർറപ്റ്റസ്. കോയിറ്റസ് ഇന്റർറപ്റ്റസ് അല്ലെങ്കിൽ വിഡ്രോവൽ മെത്തേഡ് അതൊരു ആൻഷ്യൻ മെത്തേഡാണ്. പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കോയിറ്റസ് ഇന്റർറപ്റ്റസ് അല്ലെങ്കിൽ വിഡ്രോവൽ. അത് മെയില് വിഡ്രോവൽ ചെയ്യുന്നു ഇജാക്കുലേഷന് മുമ്പ്. സ്പേം വജൈനയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വിഡ്രോ ചെയ്യുന്നു. അതാണ് കോയിറ്റസ് ഇന്റർറപ്റ്റസ്. അതിന് കോണ്ടത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് വേറൊരു മെത്തേഡാണ്, പക്ഷേ ഇതിന്റെ ഫെയിലിയർ റേറ്റ് കൂടുതലാണ്. കാരണം പ്രഗ്നൻസി റിസ്കോ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ചില കപ്പിൾസിന് മാത്രമേ ഈ മെത്തേഡ് സക്സസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില കപ്പിൾസിന് ഇത് ഹാർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം എന്ന് വെച്ചാൽ ഹാർഡാണ്. ചില കപ്പിൾസിന് മാത്രമേ ഇത് സക്സസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ ഫെയിലിയർ റേറ്റ് 25% ആണ്. അതുകൊണ്ട് തന്നെ റിസ്ക് ഓഫ് പ്രഗ്നൻസി കൂടുതലാണ്. കാരണം സ്പേം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രീ ഇജാക്കുലേറ്ററി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ആ സംഭവം ഇറങ്ങുമ്പോൾ വുമൺ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അത് പാടുന്നത് ഒരു അവെയറും കാണത്തില്ല. അതുകൊണ്ട് റിസ്ക് ഓഫ് പ്രഗ്നൻസി വളരെ കൂടുതലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതിനെക്കാളും സേഫ് ആയിട്ടൊരു മെത്തേഡാണ് കോണ്ടം.
മെന്നിന്റെ സ്പേസിംഗ് മെത്തേഡ്സ് ഇത് രണ്ടേ ഉള്ളൂ. കോണ്ടോ ഉണ്ട്, കോയിറ്റസ് ഇൻട്രക്ടസ് ഉണ്ട്. കോയിറ്റസ് ഇൻട്രക്ടസ് അല്ലെങ്കിൽ വിഡ്രോയിലാണ് ആൻഷ്യന്റ് മെത്തേഡ്. അത് മെയില് ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷന് മുമ്പ് തന്നെ ഡിപ്പോസിഷൻ ഓഫ് സ്പെർം തടയുന്നു. ചില കപ്പിൾസിന് ഈ മെത്തേഡ് സക്സസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാം, പക്ഷെ ചില കപ്പിൾസ് ഇത് ഹാർഡാണ്, അവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റൂല. എന്നുവെച്ചാൽ റിസ്ക് ഓഫ് പ്രഗ്നൻസി വളരെ ഹൈ ആണ്. ഫെയിലിയർ റേറ്റ് 25% ആണ്. പിന്നെ ഫ്രീ ഇജാക്കുലേറ്ററി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ആ ഫ്ലൂയിഡ് ഉള്ളതുകൊണ്ട് വുമൺ പ്രഗ്നന്റ് ആവാൻ ചാൻസസ് കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ പാർട്ണറിന് അറിവില്ല. ഇപ്പൊ ഈ ഇജാക്കുലേറ്ററി ഫ്ലൂയിഡ് സ്പെർമിന് മുമ്പ് വരുമെന്ന് പാർട്ണറിന്റെ അറിവ് കാണത്തില്ല. അതുകൊണ്ട് റിസ്ക് ഓഫ് പ്രഗ്നൻസി വളരെ വളരെ കൂടുതലാണ് ഈ മെത്തേഡ്. ഇതിനെക്കാട്ടും ബെറ്റർ ഒരു മെത്തേഡ് കോണ്ടോ ആണ്. പക്ഷെ സ്പെർം സൈഡായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ അത് എഫക്റ്റീവ് ആവത്തുള്ളൂ.